സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് മുള്ളൻ അതാണ് കറി വയ്ക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പം മുള്ളൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി അത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു അര സ്പൂണ് പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചിട്ടുണ്ട്. അത് നമ്മൾ കറി വയ്ക്കാൻ പോകുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മിക്സർ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളകും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പുളി ഇവിടെ ആവശ്യത്തിനുള്ള പുളി അതിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വേവണം. അപ്പോൾ അതൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് മീൻ ഇട്ട് കൊടുത്താൽ മതി. മുള്ളൻ പെട്ടെന്ന് വേവുന്ന മീനാണ്. ആദ്യം തന്നെ ഈ മുള്ളൻ അതുപോലെ തന്നെ മാന്തൾ അതൊക്കെ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിന് ഇറച്ചിയൊക്കെ അതിൽ ലയിച്ചു പോകും. അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായി തിളയൊക്കെ വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞിട്ട് മീനിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി മീനിട്ട് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തന്നെ മീൻ വെന്തോളും. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കറി ആയിരിക്കുന്നു. ഇനി ഒരു അര സ്പൂണ് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ഞാൻ എല്ലാ മീൻ കറിയിലും ഉലുവപ്പൊടി ചേർക്കലുണ്ട്. അപ്പം നമ്മളെ മുള്ളൻ്റെ കറി ഇവിടെ പാകമായിട്ടുണ്ട്. അപ്പോൾ അത് മീൻ ഉടഞ്ഞു പോവാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു.